അപ്പോൾ എപ്പോഴൊക്കെയാണോ എൻ്റെ ആശയങ്ങൾ എനിക്ക് എൻ്റെ രീതിക്കനുസരിച്ച് നടപ്പിലാക്കാൻ പറ്റാത്തത് അപ്പോഴൊക്കെ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. അന്ധകാര നഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആദ്യം 2 സ്ത്രീകൾ ഒലിച്ചു പോയത്. അവിടെ ഞാൻ തിരയിൽ പെട്ടു. പിന്നെ നമ്മളൊരു ട്രൂത്ത് സീറം എന്ന് പറഞ്ഞൊരു സാധനം, ഇത് ട്രൂത്ത് സീറം ആണ്, നീ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നീ അരമണിക്കൂറിനകം സത്യമേ പറയുള്ളൂ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കും. ഒന്നുമില്ല, പച്ചവെള്ളത്തിൽ കുറച്ച് കളർ ചേർത്ത് വയ്ക്കാണ്. പക്ഷേ അത് കുടിച്ചു കഴിയുമ്പോൾ ആൾ പരിഭവിച്ചിട്ട് പറയാറുണ്ട്. പല പ്രാവശ്യം എനിക്ക് മാഡത്തിനെ കാണാമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ IPS ആയിട്ടേ ഞാൻ മാഡത്തിനെ കാണുള്ളൂ, എൻ്റെ വാശിയാണെന്ന് വിചാരിച്ചു. ചില കാര്യങ്ങൾ സത്യസന്ധത പുറത്തു വരുമ്പോൾ, സത്യമായിട്ടുള്ള ഇതായിരുന്നു എന്ന് പുറത്തു വരുമ്പോൾ ചില പത്രമാധ്യമങ്ങൾ ഇതാണ് ശരിക്കുള്ള കഥ എന്ന് എഴുതത്തില്ലെങ്കിൽ പോലും എനിക്കൊരു തൃപ്തിയാണ്, അതാ വന്നല്ലോ എന്നുള്ളത് എനിക്ക് തൃപ്തിയാണ്. അത് എനിക്കാരും ഐ ഹാവ് നത്തിങ് ടു പ്രൂവ് ടു എനിബഡി. പോലീസ് ഫോഴ്സ് പൊതുവെ വർക്ക് ചെയ്യുമ്പോൾ നേരിടേണ്ടി വരുന്നത് പൊളിറ്റിക്കൽ പ്രഷറാണ് കൂടുതലും. അപ്പോൾ കേരളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഒരു പരിധിയിലധികം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പൊളിറ്റിക്കൽ സൂപ്പറിൻറ്റൻഡൻസ്, ഒരു കൺട്രോളുണ്ട്. രാഷ്ട്രീയ നേതൃത്വം നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ്, ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആഭ്യന്തര മന്ത്രി പലപ്പോഴും ആ മന്ത്രിയുടെ ഏത് പാർട്ടിയാണോ ആ പാർട്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യിക്കാറുള്ളത്. അപ്പം പല കേസുകളിലും ഇതുപോലെ നിഷ്പക്ഷമായിട്ടുള്ള കേസെടുക്കാൻ സമ്മതിക്കില്ല, ചിലപ്പോൾ അന്വേഷണം നടത്താൻ സമ്മതിക്കില്ല, ചിലപ്പോൾ തെറ്റായിട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. നിരവധി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ASP അണ്ടർ ട്രെയിനിങ് ചേർത്തലയിലായപ്പോൾ തൊട്ട് ഗൗരിയമ്മ എക്സൈസ് മിനിസ്റ്റർ എന്ന സമയത്ത് എന്നെ ഒരു കേസിന് എടുക്കുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചു, എടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാഡത്തിനോട് പറഞ്ഞത്, മാഡം എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഉണ്ടല്ലോ, നിങ്ങളെന്തിനാണ് കേസ് എടുക്കുന്നത്, കള്ളവാറ്റിന് നിങ്ങളെന്തിനാണ് പോയി പിടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അബ്കാരി ആക്ടിനകത്ത് പോലീസിന് തുല്യ അധികാരമുള്ളത് കൊണ്ടാണ് മാഡം പോയിട്ടൊരു അധികാരം എടുത്ത് കളഞ്ഞാൽ മതി. അബ്കാരി ആക്ടിന് പോലീസിന് അധികാരമില്ല എന്ന് നിയമസഭയിൽ വെച്ച് ഒരു ആക്ട് ഓർഡർ പാസ്സാക്കിയാൽ മതി, ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, എന്നെ മാറ്റി അവിടുന്ന്. അതുപോലെ ഒരു ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് വരുമ്പോഴൊക്കെ പറയും ഇന്ന ആളുകളെ ഇന്ന പോലീസ് സ്റ്റേഷനിലാക്കണം, DIG ആയിരിക്കുമ്പോഴും IG ആയിരിക്കുമ്പോഴും പറയും. അങ്ങനെയാണ് ഞാൻ ചെയ്യാത്തതിന് PP തങ്കച്ചൻ, അദ്ദേഹമായിരുന്നു അന്ന് കോൺഗ്രസിൻ്റെ നേതാവ്. അപ്പം അദ്ദേഹം എന്നെ വിളിച്ച് കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥ അല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബോധർ ചെയ്യാറില്ല, അധികം അങ്ങനെ ലോ ആൻഡ് ഓർഡർ പോസ്റ്റിംഗ് കിട്ടാറില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതിലൊരു വിഷമം തോന്നിയിട്ടില്ലേ ലോ ആൻഡ് ഓർഡർ പോസ്റ്റിങ്ങിൽ? ആ വിഷമം എന്ന് പറയുന്നതിനേക്കാളും നല്ല ഒരു സംതൃപ്തി കിട്ടുന്നത് എന്താണ്, എൻ്റെ മനസ്സാക്ഷിക്ക് വിഭിന്നമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എപ്പോഴും നട്ടെല്ല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യസന്ധമായ ജോലി ചെയ്തിട്ടുള്ളൂ എന്നുള്ള ഒരു വലിയ മനസ്സംതൃപ്തിയില്ലേ, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഗെറ്റിംഗ് എ ലോ ആൻഡ് ഓർഡർ പോസ്റ്റ്. റിട്ടയർ ചെയ്തതിന് ശേഷം രാഷ്ട്രീയ മേഖലയിലേക്ക് ഒരു കടന്നുവരവ്, പ്രത്യേകിച്ചും രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഇതുണ്ടായിട്ടുണ്ട്, പലരും മന്ത്രിമാരായിട്ടുണ്ട്, അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇതിലേക്ക് വരാനുള്ളൊരു കാരണം? 33.5 വർഷം ഞാൻ ഒരു പോലീസ് ഓഫീസറായിട്ട് അകത്ത് നിന്ന് രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഓരോ ദുഷിപ്പുകൾ കണ്ട് അത് എങ്ങനെയാണ് ഇതിലൊരു പരിഹാരം കാണുക എന്ന് ആലോചിച്ച് വിഷമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാറി വരുന്ന LDF UDF ഭരണത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ ജനനന്മയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും പോകുന്നില്ല. എല്ലാം ഇതൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, ഒരു ഇച്ഛയ്ക്ക് വേണ്ടി. ചില സമയത്ത് കേസുകൾ തന്നെ ഉണ്ടാക്കും, അതറിയുമെന്ന് എനിക്കറിയില്ല. അത് പോലീസ് ഓഫീസറായിട്ട് ഇരുന്ന ഒരാളായതുകൊണ്ട് അത് പറയാൻ പറ്റുമെന്നും എനിക്കറിയില്ല. ബട്ട് ദേ ക്രിയേറ്റ് കേസസ്. അവരൊരു കുറ്റകൃത്യം മാനുഫാക്ചർ ചെയ്ത് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് അവതരിപ്പിക്കും. അത് റയറ്റ് ആകാം, അത് ചിലപ്പോൾ കൊലപാതകമാകാം, റേപ്പാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തീവെപ്പാകാം, അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പീഡാകാം. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ തന്നെ നേരിട്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് കേസുകൾ ഉണ്ടാക്കുക, ദാറ്റ് ഈസ് അൺടോളറബിൾ ടു മീ. ഞാനത് പല പ്രാവശ്യം കാണുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ചില സമയത്ത് ഒരു സംഗതി ഭയങ്കരമായിട്ട് ഇങ്ങനെ അഴിമതി കേസ് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട് എന്തെങ്കിലും വേറൊരെണ്ണം പകരം വെച്ച് കൊടുക്കും. ഇതിനൊക്കെ വേണ്ടി പോലീസിനെ ഉപയോഗിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്ന ആഗ്രഹം, ഇതൊക്കെ ഇല്ലാത്ത ഒരു നല്ല രാഷ്ട്രീയ പാർട്ടി വന്നിരുന്നെങ്കിൽ, നല്ലൊരു രാഷ്ട്രീയ ഭരണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ളത് ഞാൻ നേരിട്ട് കണ്ടത് CBIയിൽ ഡൽഹിയിൽ പോയി ജോലി ചെയ്യുമ്പോഴാണ്. ആ സമയം വരെ ഞാൻ CBIയിൽ 3.5 വർഷം കേരളത്തിലും ഒരു വർഷത്തോളം ഞാൻ ഡൽഹിയിലും DIG ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അത്രയും സമയം ഉണ്ടായിട്ടുള്ള അനുഭവം അന്ന് വാജ്പേയിയുടെ സർക്കാരിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ അത് ആണ് എൻ്റെ ഒരു
ആദ്യമായിട്ടോ ഇങ്ങനെയും രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ, ഒരു അഴിമതി കേസിനകത്ത് വിളിച്ച് പറയുന്നില്ല, അവരുടെ തന്നെ പാർട്ടിക്കാരാണെങ്കിൽ പോലും അവർ പറയുന്നില്ല രക്ഷപ്പെടുത്താൻ. ചിലപ്പോൾ ചില BJPക്കാർ ചില പ്രശ്നങ്ങളിൽ പെട്ടാലും അവർ പറയുന്നില്ല, അവർ അതിന് പറയുന്നത് സത്യസന്ധമായിട്ട് ചെയ്യൂ എന്നുള്ള. ഇങ്ങനെയും രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ എന്ന് അറിയുന്നത് അപ്പോഴാണ്. പിന്നെ അതിന് ശേഷം അതും ഞാൻ വിട്ടു, കാരണം പിന്നെ അത് മാറി വന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് IG ആയിട്ടിരുന്ന സമയത്താണ് ഞാൻ ഗുജറാത്തിലൊരു പോലീസ് സയൻസ് കോൺഗ്രസിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത്. കേരളത്തിന് അന്ന് കുറേ അവാർഡുകളൊക്കെ കിട്ടിയെന്ന്, എനിക്കാണ് എൻ്റെ ചാർജ്. അപ്പോൾ അന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗം ഞാൻ കേട്ടതാണ് എന്നെ ഫ്ലാറ്റാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഫാനായിട്ട് മാറിയത് അതിന് ശേഷം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, പോലീസും പൊതുജനങ്ങളും എങ്ങനെയാണ് സയൻസ് പോലീസുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു പ്രസംഗം. ഹിന്ദിയിലാണ് സംസാരിച്ചത്, പക്ഷേ അമേസിങ് സ്പീച്ച്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനായി. അതിനുശേഷം പിന്നെ അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നത്തിലുണ്ട്, എൻ്റെ രക്തത്തിലുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. റിട്ടയർമെൻറ്റിന് ശേഷം പലപ്പോഴും പല ആൾക്കാരും എന്നെ സമീപിച്ചിട്ടുണ്ട്. ഇനി ആപ്പൊക്കെ പല പ്രാവശ്യം വന്ന് എന്നോട് ചോദിച്ചതാണ്. അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൂടെ. അപ്പോൾ ഞാനൊന്നും സമ്മതിച്ചിട്ടില്ല. എൻ്റെ ആഗ്രഹം ഒരിക്കലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേരുക എന്നുള്ളതായിരുന്നില്ല. എനിക്ക് എഴുതണം, എനിക്ക് യൂട്യൂബ് ചാനൽ, സ്വസ്ഥമായ ജീവിതം, അതൊക്കെയായിരുന്നു. പക്ഷേ BJP വന്ന് എന്നോട് അത് അഭ്യർത്ഥിച്ച് അപ്പോൾ ഞാൻ അപ്പോഴേക്കും RSSൻ്റെ ചില പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരുടെ രാജ്യസ്നേഹം, മാതൃസ്നേഹം എന്ന് പറയുന്നത് ഇഷ്ടമായതുകൊണ്ട് BJP വന്നൊരു മെമ്പർഷിപ്പും കൂടി എടുക്കണം എന്നിങ്ങനെ അവർ അഭ്യർത്ഥിച്ചപ്പോഴും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ 4ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ യെസ് പറഞ്ഞു. കാരണം അന്ന് നരേന്ദ്രമോദിജിയുടെ ആ ദിവസം ഞാൻ കണ്ട ഒരു കാര്യം, സെപ്റ്റംബർ മാസത്തിൽ ഒരു ക്യാൻവാസിങ് നടക്കുന്നുണ്ട് അംഗത്വം എടുക്കാനായിട്ടുള്ള. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാവരും അണികളാകൂ, സബ്കെ സാത്ത് സബ്കെ വികാസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പം അതിൻ്റെ പേരിൽ ഞാനൊരു അംഗത്വം എടുത്താണ്. പിന്നെ അതിനുശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. RSSുമായുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടതും എങ്ങനെയാണ് അതിനെ പറ്റി മനസ്സിലാക്കുക? പൊതുവെ കേരളത്തിൽ RSSനെതിരെയുള്ളൊരു പരാമർശങ്ങളും പ്രചാരണങ്ങളുമാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ മാഡം ഇപ്പോൾ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. എങ്ങനെയാണത്? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി മൊത്തം RSSൻ്റെ ശാഖയിൽ പോയിട്ടുള്ളവരായിരുന്നു. എൻ്റെ ഭർത്താവ് കുട്ടിക്കാലം മുതൽ BJP വിശ്വാസിയും RSSൻ്റെ കാര്യങ്ങൾ വിശ്വസിച്ചപ്പോൾ കല്യാണം കഴിയുന്ന സമയത്തും അദ്ദേഹം ഇതിനെപ്പറ്റിയൊക്കെ പറയുമെങ്കിലും ഞാനൊരു ന്യൂട്രൽ പോലീസ് ഓഫീസർ, പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒന്നിലും ഒരു ഇടപെടാത്ത ഒരു പോലീസ്. നമ്മളത് ശപഥം എടുക്കുമല്ലോ, ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ശപഥമെടുക്കും, രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ശപഥം മനസ്സാലെ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ BJP രാഷ്ട്രീയ RSS എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി സത്യം പറഞ്ഞാൽ RSSനോട് ഞാൻ എതിരുമായിരുന്നു. കാരണം അത്രയ്ക്ക് കേസുകൾ പോലീസ് ഓഫീസറായിട്ടിരുന്നപ്പോൾ എടുത്തിട്ട് പോകട്ടെ. ഞാൻ ഇവൻ എന്തോ ഈ കാണിക്കുന്നത്, എന്തിനാണ് പോയി വഴക്കിടുന്നത്. പക്ഷേ ഇത് പിന്നീട് വിരമിച്ച ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ കുറച്ച് നല്ല പ്രവർത്തകർ വന്നു. അത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും അതുപോലെ സേവാഭാരതി. അപ്പോൾ ഇവരൊക്കെ ഇവർ RSS അല്ല, അനുകൂല സംഘടനകളാണ്. പക്ഷേ സേവാഭാരതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ശബരിമലയിൽ ചെയ്യുന്ന, വിശ്വ ഹിന്ദു പരിഷത്ത് ചെയ്യുന്ന. അപ്പോൾ അവരുടെ പരിപാടികളിലാണ് ആദ്യം ഞാൻ പങ്കെടുക്കാൻ തുടങ്ങിയത്. ഞാൻ ഇതുപോലെ കുട്ടികളുടെ ബോധവൽക്കരണത്തിനായിട്ടും സ്ത്രീകളുടെ കുടുംബത്തിന്മേളൊക്കെയായിട്ടും ഒക്കെ അങ്ങനെ പോയാണ്. പിന്നെ അവസാനം കുറച്ച് പേര് പരമേശ്വർജി എന്നൊക്കെ പറയുന്ന അദ്ദേഹമൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് രാഖി ഫംഗ്ഷനൊക്കെ അങ്ങനെ വന്നാണ് ശരിക്കും എനിക്ക് RSSനോടുള്ള ഇഷ്ടം കൂടുതലായി തുടങ്ങിയത്. പ്രതികരണം എങ്ങനെയായിരുന്നു പൊതുവെ ഇങ്ങനെ രാഷ്ട്രീയം സ്വീകരിച്ചപ്പോൾ? ഞാൻ പോസിറ്റീവ് പ്രതികരണം മാത്രമേ കാണുന്നുള്ളൂ, ശ്രദ്ധിക്കുന്നുള്ളൂ. നെഗറ്റീവ് പ്രതികരണം ഒരുപാട് പേരുണ്ട്, ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന എന്നെ സംഘീന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം സംഘം എന്നുള്ള വാക്ക് വളരെ ശുദ്ധമായിട്ടുള്ള വാക്കാണ്. നമ്മുടെ ഋഗ്വേദത്തിൽ തന്നെ ഒരു ശ്ലോകമുള്ളത് സംഘചത്വം എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. സംഘബലം, സംഘത്തിൻ്റെ പവർ. സംഘി എന്ന് വിളിക്കുമ്പോൾ ഒരു കൂട്ടത്തിൽ ആൾക്കാരുടെ ഒരു സംഘത്തിൻ്റെ ഒരു അംഗം, ഞാൻ ഒരു അഭിമാനം തോന്നും എനിക്ക്. രാജ്യത്ത് തന്നെ ഒരു IPS ഓഫീസർ, റിട്ടയർഡ് DGP കോർപ്പറേഷൻ ഒരു ഇതിൽ മത്സരിക്കുകയാണ്, വാർഡിൽ മത്സരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എതിർ രാഷ്ട്രീയക്കാരുടെ ഒരുപാട് ആരോപണങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു, ഇങ്ങനെ ഒരു ഇത് മാറ്റി ഒരു പട്ടികത്താൽ മാറ്റാൻ മുൻ DGP വരുമോ എന്നൊക്കെയുള്ള, അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് എതിർ രാഷ്ട്രീയക്കാർ ഉന്നയിക്കുന്നത്. എന്താണ് പറയാനുള്ളത് അതിനോട്? ഇതേവരെ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, സ്വയംഭരണ തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ്
അത്ര പ്രാധാന്യത്തോടു കൂടി മാത്രമേ രാഷ്ട്രീയ പാർട്ടിക്കാർ കണ്ടിരുന്നുള്ളൂ. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ഇതിനെ വളരെ ഗൗരവമായിട്ട് കാണുന്നു. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തെ കാണും. കാരണം താഴേന്ന് തന്നെ തുടങ്ങണം പ്രവൃത്തി എന്നുള്ള ഒരു ചിന്തയിൽ, ഒരു ആശയത്തിൻ്റെ പേരിൽ വളരെ സീനിയറായിട്ടുള്ള, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ശരിയാണ്, ഭാരതത്തിൽ ഒരിടത്തും ഇതുപോലെ റിട്ടയേർഡ് DGPയെ പിടിച്ച ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ കാൻഡിഡേറ്റായിട്ട് നിർത്തിയിട്ടില്ല. ആദ്യമായിട്ട് നിൽക്കുന്ന ഞാനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ദേശീയ പ്രാധാന്യം കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാധാന്യം കിട്ടി തിരുവനന്തപുരത്തിൻ്റെ ഒരു കോർപ്പറേഷനിൽ ഒരു വാർഡ് മെമ്പറായിട്ട് അല്ലെങ്കിൽ ഒരു വാർഡ് കൗൺസിലറായിട്ട് ഞാൻ നിൽക്കുന്നു എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി തന്നെ വളരെയധികം പ്രാധാന്യം BJP കൽപ്പിക്കുന്നുണ്ട്. ഇത് ജയിച്ചു വരണം എന്നുള്ളതുകൊണ്ട് വികസിത അനന്തപുരി ഉണ്ടാവണം. അപ്പം എന്നെപ്പോലെയുള്ള പലരുമുണ്ട്. ഓരോ കാൻഡിഡേറ്റും അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ് പലയിടത്തും നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ നിൽക്കുന്നു എന്നുള്ളപ്പോൾ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിലൊരു സ്വീകാര്യത ഉണ്ടായിരുന്നു. ഇനിയും രാഷ്ട്രീയത്തിലും ഇതുപോലെ ഞാൻ എങ്ങാനും പൊങ്ങി വന്നേക്കുമോ എന്നുള്ളൊരു പേടി എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെനിക്കെതിരെ ഒരായുധമായിട്ട് ഇതുപോലെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉപയോഗിക്കും. പലരും പലതും പറയും, പലതും പല കാര്യങ്ങളും ഞാൻ പണ്ട് ചെയ്തതും ചെയ്യാത്തതും അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്ന് അവർ പറയുന്നതും ഒക്കെ ആയിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്വിസ്റ്റ് ചെയ്ത് അതിനൊരു പ്രത്യേക നിറം കൊടുത്ത് എനിക്കെതിരെ യൂസ് ചെയ്യും. അവരുടെ ഉദ്ദേശം ഇതാണ്, എങ്ങനെയെങ്കിലും കരിവാരി തേക്കുക. കാരണം ഇത്രയും നാൾ അവർ BJPക്കെതിരെയുള്ള ക്യാമ്പയിൻ വെറുതെ കള്ളക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരിവാരി തേച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് ഒരു വ്യക്തിയിലേക്ക് മാറി. ഞാൻ എങ്ങാനും ഇവിടെ ജയിച്ച് വന്നാൽ അത് ഭയങ്കര ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ചില വ്യക്തികളാണ് ഇപ്പോൾ എനിക്കെതിരെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ളതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല, ഞാൻ കാണാറില്ല. പലപ്പോഴും മീഡിയ തന്നെയാണ് എന്നോട് പറയുന്നത്, മാഡത്തിനെതിരെ ഇങ്ങനൊരു കഥയുണ്ടല്ലോ, ഇങ്ങനെ ഇത് കണ്ടോ അത് കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ശ്രദ്ധിക്കുമ്പോഴും എനിക്കതിനെക്കുറിച്ച് പ്രതികരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമില്ല. കാരണം എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വാർഡ് കൗൺസിലർ സ്ഥാനം ജയിച്ച് വരിക എന്നുള്ളതാണ്. ഭാവിയിൽ കോർപ്പറേഷന് വേണ്ടിയിട്ട് ഒരു വികസിത അനന്തപുരി സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാവുമ്പോൾ അത് ഉണ്ടായിക്കോട്ടെ. അതിനെതിരെയായിട്ട് എൻ്റെ ജീവിതം, ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ഞാൻ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ആളുകൾ അറിയുന്നതല്ലേ, അവർ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അതെല്ലാം അതിനെ തുലനം ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വിവരമുള്ള ജനങ്ങളെല്ലാം എന്നെ വിശ്വസിക്കും. ഇതൊന്നും അവർ മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ അതുകൊണ്ട് അതിനെ ഞാൻ വലുതായിട്ട് ബോധർ ചെയ്യുന്നില്ല. ഇപ്പോൾ വികസിത തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടാണ് ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് ഭാവിയിൽ മനസ്സിലുള്ള ഒരു വികസന സ്വപ്നം? എൻ്റെ മാത്രം സ്വപ്നമല്ല അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ, മോദിജിയുടെ സ്വപ്നമാണ്. വികസിത ഭാരതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭാരതം വികസിച്ചിരിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കൺമുമ്പിലില്ലേ. ഇപ്പോൾ 2014 തൊട്ട് ഇങ്ങോട്ട് ഇതുവരെ 11 വർഷമായിട്ട് എന്താണ് ഭാരതത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം? അതിനു മുമ്പ് കടക്കണിയിൽ മുങ്ങി എല്ലായിടത്തും രാജ്യങ്ങളുടെ മുമ്പിൽ മുട്ടിലിഴഞ്ഞ് വളരെ വലിയ ഒരു അരക്ഷിതാവസ്ഥ ജനങ്ങൾക്ക് അനുഭവപ്പെട്ട, സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം, ഒരിടത്തും ഉയർച്ചയില്ലാതിരുന്ന ആ ഒരു ഭാരതത്തിനെ നമ്മൾ എത്രമാത്രം ഉയരത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് വെറും 11 വർഷം കൊണ്ട്. തല കുത്തി നിന്നാൽ അവർക്ക് ഏതെങ്കിലും ഒരു ചെറിയ അഴിമതി ആരോപണം പറയാൻ പറ്റുമോ? ഈ സർക്കാരിന്, കേന്ദ്ര സർക്കാരിനെതിരെ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ ഈ വോട്ട് ജോലി തുടങ്ങിയ വിട്ടിത്തം നിറഞ്ഞ അപവാദങ്ങൾ പറഞ്ഞ് പരത്തുന്നത്. അതുകൊണ്ട് അഴിമതിരഹിതമായിട്ടുള്ള വളരെ നല്ല വികസനം, ലോകത്തിൻ്റെ മുന്നിലുള്ള 4ാമത്തെ സാമ്പത്തിക ശക്തി. അതിനു മുമ്പ് 2012-13 ഒക്കെ 28ാം സ്ഥാനമായിരുന്നു ഭാരതത്തിന് സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിൽ. ഇപ്പം 4ാമത്തെ, 3ാമത്തെ ആവാൻ പോകുന്നു. നമ്മൾ ജർമ്മനിയൊക്കെ വെച്ച് വയ്ക്കാൻ പോകുന്നു. എവിടെ പോയാലും കിട്ടുന്ന ഒരു സ്വീകാര്യത, ഭാരതീയൻ എന്ന് പറയുമ്പോൾ ലോകത്തെവിടെയും കിട്ടുന്ന ഒരു അംഗീകാരം, ഇതൊക്കെ തന്നത് നമ്മുടെ വികസിത ഭാരത സ്വപ്നമാണ്. അപ്പോൾ വികസിത ഭാരതം, ആത്മനിർഭർ ഭാരതം, എത്രയാണ് 69-70 പ്രോജക്റ്റുകളാണ് ഭാരതത്തിൽ ഉടനീളം ആളുകൾക്ക് വേണ്ടി. അന്ന യോജനകൾ, ശുചിത്വ മിഷൻ, അതുപോലെ ജോലിക്ക് വേണ്ടിയിട്ടുള്ളത്, സൗജന്യമായിട്ടുള്ള പല പദ്ധതികൾ, ഉജ്ജ്വല മിഷൻ, ജലവായു മിഷൻ, ഒരുപാട് 69-70 പദ്ധതികൾ ഭാരതത്തിലുടനീളം ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ട് നന്ദിക്കൊണ്ടിരിക്കുക. വികസനം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വികസനം ഇങ്ങനെ വന്നത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു കോണ് പോലും ഇല്ല ഭാരതത്തിൽ. ഫോൺ കിട്ടാത്ത ഒരു കോണില്ല. ഡിജിറ്റലായിട്ട് ആളുകൾക്ക് എല്ലാവർക്കും ബാങ്ക്, ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം, എന്തുമാത്രം വികസനമാണ്. കേരളം മാത്രം എന്തുകൊണ്ടാണ് പുറകോട്ട് പോകുന്നത്? കാരണം ഇവിടെ ഇത് മനസ്സിലാക്കാത്ത ജനങ്ങളും മനസ്സിലാക്കാത്ത ഭരണവുമാണുള്ളത്. ഇവിടുത്തെ ഭരണകർത്താക്കൾ പറയുന്നു
BJPയുടെ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട, PM ശ്രീ ആണെങ്കിലും വേണ്ട, ആയുഷ്മാൻ ഭാരത് ആണെങ്കിലും വേണ്ട, കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമായിരുന്ന സ്ഥലത്ത് 16,000 കോടി രൂപയാണ് ഒരു വർഷം കൊണ്ട് ഇവർ തള്ളിക്കളഞ്ഞത്. ധാർഷ്ട്യത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ. ഈ 16,000 കോടി രൂപ ജനങ്ങൾക്ക് കിട്ടേണ്ട, നാടിന് കിട്ടേണ്ട പൈസയാണ്. അല്ലാതെ CPM-കാർ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എടുത്ത് തരുമായിരുന്നു? ഇല്ലല്ലോ. ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സർക്കാരിനെതിരെ ഞങ്ങൾ വികസനം കൊണ്ടുവരും. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഇരട്ട യന്ത്രം ഉള്ള ഒരു സർക്കാരായി മാറും. ഒരു യന്ത്രം ഡൽഹിയിൽ നിന്ന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ നിന്ന് രണ്ടാമത്തെ യന്ത്രം അതിനോടൊപ്പം ചേർന്ന് പോകുമ്പോൾ എന്തുമാത്രം പവറാണ് ആ ഒരു ഭരണത്തിലുണ്ടാവുക. അതെന്തുകൊണ്ട് ജനം മനസ്സിലാക്കുന്നില്ല? അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഭരണം തീർച്ചയായിട്ടും BJP ഇവിടെ കൊണ്ടുവന്നേ മതിയാവൂ. എങ്കിൽ മാത്രമേ വികസിത കേരളം ഉണ്ടാവുകയുള്ളൂ, ഇവിടേക്ക് വ്യവസായം വരികയുള്ളൂ, ഇവിടെ സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയുള്ളൂ. ഇവിടെയുള്ള കടം എന്ന് പറയുന്ന 4.4 ലക്ഷം കോടി രൂപയുടെ കടം ആര് തീർക്കും എന്നാണ് കരുതുന്നത്? വികസനത്തിലൂടെ മാത്രമേ അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എന്ത് വളരാനും, ഇപ്പോൾ സ്ത്രീകളുടെ സൗഹൃദത്തിന് വേണ്ടി സ്ത്രീകൾക്ക് പബ്ലിക് ടോയ്ലറ്റ് എത്ര സ്ഥലത്തുണ്ട്? ഇവിടെ പുരുഷന്മാർക്ക് എവിടെയും പോകാം, പക്ഷേ സ്ത്രീകൾക്ക് സുഗമമായിട്ട് പോകാൻ പറ്റുന്ന ഇവിടെ കുറേ ഈ ടോയ്ലറ്റ് എന്നൊക്കെ വെച്ചാൽ പേരിന് കൊണ്ടുവന്ന് അഴിമതിയിൽ മുക്കി കുളിച്ച് കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് എത്ര പേർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്? അതുകൊണ്ട് എല്ലായിടത്തും സ്ത്രീകൾക്ക് സൗഹൃദമായിട്ടുള്ള കാര്യങ്ങൾ, യുവാക്കളെ ഇതുപോലെ പഞ്ചാബിനേക്കാളും കവച്ചു വെച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ നാർക്കോട്ടിക് കേസുകൾ. മയക്കുമരുന്നിൻ്റെ ഹബ്ബായി മാറി കേരളം. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മയക്കുമരുന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാറ്റണ്ടേ നമുക്ക്? ആ യുവാക്കളെ നല്ല രീതിയിലേക്ക് വഴിതിരിച്ച് വിടണ്ടേ? അവർക്ക് AI-യിലുള്ള ട്രെയിനിങ്, IT-യിലുള്ള ട്രെയിനിങ് കൊടുത്ത് അവരെ ഈ ഭരണചക്രത്തിൻ്റെ, ഭരണയന്ത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റണ്ടേ? ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ബാക്കി കിടക്കുന്നു. ജനം അത് തിരിച്ചറിയണം. ഇതുപോലെ കിട്ടുന്ന ഒരു കിറ്റെന്ന് പറയുന്ന പിച്ചക്കാശിന് വേണ്ടി നിൽക്കാതെ നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാം, നമുക്ക് വലിയ ഉയർച്ച, ഉന്നമനം സ്വപ്നം കാണാം, നമുക്ക് നല്ല നല്ല വീടുകളിൽ താമസിക്കാം, ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കിയെടുക്കാം, അഭിമാനത്തോടു കൂടി തല ഉയർത്തി ജോലി ചെയ്യാം. അല്ലാതെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പൊറോട്ടയ്ക്കും കള്ളിനും വേണ്ടി പ്രചരണ ജാഥ നയിക്കുന്നതല്ല നമ്മുടെ ഉന്നമനം എന്ന് പറയുന്നത്. നമ്മുടെ ഉന്നമനം എന്ന് പറയുന്നത് മാന്യമായിട്ടൊരു ഓഫീസിലിരുന്ന് കൊണ്ട് ജോലി ചെയ്യുക, നാടിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി നിലനിൽക്കുന്നത്. 33 വർഷത്തെ സർവീസ് ജനങ്ങൾക്ക് നൽകിയ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ നൽകിയ സർവീസ് ഇനിയൊരു ജനസേവക അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തക, പൊതുജനസേവക എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് നൽകുന്ന രീതിയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു.